ക്രിസ്മസ് ദിനത്തിൽ നിരാഹാര സമരവുമായി മുനമ്പം ജനത. മുനമ്പത്തെ 645 കുടുംബങ്ങളിൽ നിന്ന് ഓരോ അംഗങ്ങൾ വീതം ഇന്ന് നിരാഹാരമിരിക്കും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് മുനമ്പം തീരദേശവാസികൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉച്ചയ്ക്ക് മുനമ്പത്തെത്തും. നവമി ദിനേശ് ചേരുകയാണ് മുനമ്പത്ത് നിന്ന് വിവരങ്ങളുമായി. നവമി, എന്താണ് ഇന്ന് ക്രിസ്മസ് ആയിട്ടും അവിടെ നിരാഹാര സമരം തുടരുകയാണ്? എന്താണ് മുനമ്പത്തുകാർക്ക് ഇന്ന് പറയാനുള്ളത്? അശ്വതി, ഇന്ന് നമുക്കറിയാം, ഇന്ന് ക്രിസ്മസ് ആണ്. ഇവരെ സംബന്ധിച്ച് അവരുടെ വീടുകളിൽ വലിയ ആഘോഷവും സന്തോഷവും കുടുംബത്തോടൊപ്പം നിന്ന് ആഘോഷിക്കേണ്ട സമയങ്ങളാണ്. കഴിഞ്ഞ വർഷം വരെ അവർക്ക് ക്രിസ്മസ് വലിയ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. പക്ഷേ ഇന്നായിക്കോട്ടെ അവർ എല്ലാവരും തന്നെ ഈ മുനമ്പം സമരമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിവർ നിരാഹാര സമരം കിടക്കുകയാണ്. ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുവരെ ഈ സമരം തുടരാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 74-ാം ദിവസത്തിലേക്ക് ഇവരുടെ നിരാഹാര സമരം എത്തി നിൽക്കുമ്പോൾ ഓരോ കുടുംബത്തിലുള്ള 600-ലധികം കുടുംബങ്ങളുള്ള ഈ വഖഫ് ഭൂമി എന്ന് പറയപ്പെടുന്ന ഇവരുടെ ഈ ഭൂമിക്ക് അവകാശം ഉന്നയിക്കുന്ന ഇവരെ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ വീതമാണ് ഇവിടെ ഇപ്പോൾ നിരാഹാര സമരത്തിന് എത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ സമരം ആരംഭിക്കും. നമുക്കറിയാം, ഈ വേദി, ഈ ഒരു സമര മുഖമാകെ നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെയുള്ള മുനമ്പം ജനതയെ കൊണ്ട് അവരെല്ലാം ക്രിസ്മസ് തൊപ്പി വെച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കേണ്ട സമയത്താണ് ഇവിടെ വന്ന് സമരം ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ദുഃഖമല്ലാതെ ഒന്നുമില്ല ഇതിനകത്ത്. ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് തന്നെയില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് സങ്കടമല്ലാണ്ട് ഒന്നുമില്ല. നല്ലൊരു ദിവസമായിട്ട് കുഞ്ഞുമക്കളായിട്ട് ജീവിക്കേണ്ട ഞങ്ങളാണ് ഈ വന്ന് സമരത്തിനിരിക്കണം. ഞങ്ങൾക്ക് അതല്ലാണ്ട് ആശ്രയമില്ല. ഒരേ ഭവനം ഞങ്ങൾ വെച്ചുണ്ടാക്കി അതിനകത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതം എന്ത്? മരണമില്ലായാലും വല്ലത്. എനിക്കത്രയ്ക്ക് പറയാനുള്ളൂ. നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാവരും കൂടിയിരിക്കുന്നത് സന്തോഷിക്കാനല്ല, ദുഃഖം കൊണ്ട് തന്നെയാണ്. വീട്ടിലിരുന്ന് കഴിച്ചു കൂട്ടേണ്ട സമയമാണ് ഇതൊക്കെ, ഞങ്ങൾ ഈ പ്രായമായ ആളിലൊക്കെ. പിന്നെ ഇത് വഖഫിൻ്റെ ഭൂമിയല്ല, ഞങ്ങളുടെ തന്നെയാണ്, ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. വഖഫിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത്രേ പറയാനുള്ളൂ. അശ്വതി, വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. ഇവരെ സംബന്ധിച്ച് വയസ്സായവരാണ്. മക്കളോടൊപ്പം ചെറുമക്കളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കേണ്ട ദിവസമാണ്. ആ ഒരു ദിവസത്തിൽ ഈ സമരമുഖത്ത് വന്നിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന അത് എത്രമാത്രമാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കേണ്ട ഈ ദിനത്തിൽ ഞങ്ങൾ ഇന്ന് നിരാഹാരത്തോടുകൂടി കുടുംബസമേതം ഈ സമരപന്തലിലാണ്. ഞങ്ങളുടെ കാര്യത്തിനൊരു പരിഹാരം ഇല്ലാത്തടത്തോളം നാൾ വരെ ഈ സമരം എത്ര നീണ്ടുപോയാലും ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണവരെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെല്ലാം തിരികെ കിട്ടി ഞങ്ങളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കേസൊക്കെ കോടതിയിൽ നിന്ന് പിൻവലിച്ച് ഞങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നവരെ ഞങ്ങളുടെ അവകാശപ്പെട്ട ഭൂമിയാണ്. ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയാണ്.